അഭ്യൂഹങ്ങൾക്ക് വിരാമം. ആരാധകർ ഏറെ നാളായി കേൾക്കാൻ ആഗ്രഹിച്ച ആ വാർത്ത പുറത്തെത്തിയിരിക്കുകയാണ്. അതെ, തമിഴകത്തിന്റെ സ്വന്തം ദളപതിയുടെ രാഷ്ട്രീയ പാർട്ടിക്ക് പേര് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തമിഴക വെട്രിക്കഴകം അഥവാ TMK. സോഷ്യൽ മീഡിയയിലൂടെ നടൻ തന്നെയാണ് പാർട്ടിയുടെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. പേര് മാത്രമല്ല, ഒപ്പം ഒരു പ്രസ്താവനയും പുറത്തിറക്കിയിട്ടുണ്ട്. വിജയ് പീപ്പിൾസ് മൂവ്മെന്റ് നിരവധി ക്ഷേമ പദ്ധതികളും സാമൂഹിക സേവനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഒരു സന്നദ്ധ സംഘടന കൊണ്ട് മാത്രം സമ്പൂർണ്ണ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ സാധിക്കില്ല. അതിനായി രാഷ്ട്രീയ ശക്തി ആവശ്യമാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ഭരണപരമായ കെടുകാര്യസ്ഥതയും വിഭജന രാഷ്ട്രീയ സംസ്കാരവും നിറഞ്ഞതാണ്. നിസ്വാർത്ഥവും സുതാര്യവും ജാതിരഹിതവും അഴിമതിരഹിതവുമായ കാര്യക്ഷമമായ ഭരണത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന അടിസ്ഥാനപരമായ ഒരു രാഷ്ട്രീയ മാറ്റത്തിനായി തമിഴ്നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത്തരം ഒരു രാഷ്ട്രീയം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമായിരിക്കണം. അത് സംസ്ഥാന അവകാശങ്ങളെയും സമത്വത്തെയും അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം. ജനങ്ങളുടെ ആരാധനയും സ്നേഹവുമുള്ള ഒരു ജനശക്തിക്ക് മാത്രമേ ഇത്തരമൊരു അടിസ്ഥാനപരമായ രാഷ്ട്രീയ മാറ്റം സാധ്യമാകൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നടൻ തന്റെ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിജയ് മക്കളിയക്കം ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലെത്തി പാർട്ടിയുടെ രജിസ്ട്രേഷൻ നടപടികൾ ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് വിവരം. പുതിയ പാർട്ടി ആരംഭിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു മൊബൈൽ ആപ്പും പുറത്തിറക്കുന്നുണ്ട്. ഈ ആപ്പിലൂടെ ജനങ്ങൾക്ക് പാർട്ടി അംഗമാകാൻ സാധിക്കും. 1 കോടി ആളുകളെ പാർട്ടി അംഗമാക്കാനാണ് ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. ഇതിനോടകം തമിഴക വെട്രിക്കഴകത്തിന്റെ ട്വിറ്റർ പേജ് 1 മണിക്കൂറിനുള്ളിൽ 50,000 പേർ ഫോളോ ചെയ്തു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം തമിഴകത്തെ മുഴുവൻ ആവേശത്തിലാക്കിക്കൊണ്ടാണ് വിജയുടെ ആരാധക സംഘടനയായ വിജയ് മക്കളിയക്കം രാഷ്ട്രീയ പാർട്ടിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നു എന്ന വാർത്തകൾ പുറത്തെത്തിയത്. ശേഷം പല രീതിയിലുള്ള പേരുകളും മറ്റും പ്രചരിച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണിപ്പോൾ സുപ്രധാന പ്രഖ്യാപനമുണ്ടായിരിക്കുന്നത്. വിജയ് മക്കളിയക്കത്തെ ആരാധക സംഘടനയായി നിലനിർത്തിക്കൊണ്ട് തമിഴ്നാടിന്റെ പാരമ്പര്യത്തിന് അനുയോജ്യമായ പേര് മതിയെന്ന പൊതു അഭിപ്രായത്തിൽ നിന്നാണ് പുതിയ പേരിലേക്ക് എത്തിച്ചേർന്നതെന്നാണ് വിവരം. പാർട്ടിയുടെ പതാക ഉടൻ തന്നെ പുറത്തുവിടും. കേരളത്തിലെയും കർണാടകയിലെയും വിജയുടെ ശക്തമായ ആരാധക ബന്ധം കണക്കിലെടുത്ത് പാർട്ടി തമിഴ്നാടിനെ പുറത്തേക്കും വ്യാപിപ്പിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിനോടകം വിജയുടെ ആരാധക സംഘടന ചാരിറ്റി പ്രവർത്തനങ്ങളിലും മറ്റും സജീവമാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിനാവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി സംസ്ഥാനത്തെ 234 നിയമസഭാ മണ്ഡലങ്ങളിലും വായനശാല, സൗജന്യ ട്യൂഷൻ കേന്ദ്രങ്ങൾ, നിയമസഹായ കേന്ദ്രം, ക്ലിനിക്കുകൾ, കർഷകർക്ക് ആടുകളെയും പശുക്കളെയും സൗജന്യമായി നൽകുന്ന പദ്ധതി തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്തത്ര പദ്ധതികളാണ് ആരാധക സംഘടനയായ വിജയ് മക്കളിയക്കം നടപ്പിലാക്കിയിരിക്കുന്നത്. മാത്രമല്ല, തമിഴ്നാട്ടിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലെയും വിജയ് മക്കളിയക്കം ഭാരവാഹികളുമായി കഴിഞ്ഞ വർഷം ചെന്നൈയിൽ വിജയ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ, നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയാണ് വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകുന്നതെന്ന് വളരെ വ്യക്തമാണ്. പാർട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് പുറത്തിറക്കിയ പ്രസ്താവന അതിനുള്ള മികച്ച തെളിവാണ്. എന്തായാലും ആരാധകർ ഉൾപ്പെടെ ആവേശത്തിലാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.